വെൽക്കം ടു ഈസി ലേൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ഒരു പ്രൊസീജിയറാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായാലും നമ്മൾ എന്താവും, ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ നമ്മൾ എന്താവും ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ അതിനുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡാണ് ശരിക്കും പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. എന്താണ് പെർഫോമൻസ് അപ്രൈസലിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ is a formal structured system of measuring and evaluating an employee's job related behavior and outcomes to discover how and why the employee is presently performing on the job and how the employee can perform more effectively in the futures so that the employee, organization and society all benefit. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഒരു മെഷറിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ. അവിടെ എന്താണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ മെഷർ ചെയ്യണത്? ഒരു എംപ്ലോയിയുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറുകൾ, അദ്ദേഹത്തിന്റെ ഔട്ട്കംസ് ഔട്ട്പുട്ട് എത്രത്തോളം കിട്ടുന്നുണ്ട്, അത് കറന്റ് ഇപ്പൊ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം അത് അയാളുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ഇത് കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുമുള്ള ഒരു ഫോർമൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെഷറിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് സിസ്റ്റം ആണ് എന്ത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെൻ എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളിപ്പം ഒരു ഫേമിൽ അല്ലെങ്കിൽ ഏജൻസിയിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ ആ അവിടെ ലക്ഷ്യം എന്താണ്? എംപ്ലോയിക്കും ഗ്രോത്ത് ഉണ്ടാവണം, പ്ലസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഏജൻസിക്ക് അൾട്ടിമേറ്റ്ലി എന്തുണ്ടാവണം? ഒരു ബെനിഫിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവണം. അപ്പം അത് ഇവിടെ സാധ്യമാക്കുക എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലിന്റെയും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ്, ഒരു ഏജൻസിയുടെയും തമ്മിലുള്ള ഗോൾസുകളെ ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് HRM ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതില് ഇത്തരത്തിലുള്ള പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നതിന്റെ ലക്ഷ്യം എന്തായിക്കാരം? ഫസ്റ്റ് വൺ, ബേസിസ് ഫോർ ജോബ് ചേഞ്ച് ആൻഡ് പ്രൊമോഷൻസ്. ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഫേമിൽ ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കണമെങ്കിലും ജോബ് ചേഞ്ച് ചെയ്യണമെങ്കിലും അയാൾ എന്താക്കണം? ആദ്യം പെർഫോമൻസ് അപ്രൈസൽ നടത്തണം. അപ്പം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മനസ്സിലാക്കി മാത്രം നമുക്ക് അയാൾക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ അയാൾക്ക് ചേഞ്ച് ചെയ്യണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തെ കുറിച്ചിട്ട് നിലവിലുള്ള എംപ്ലോയിക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് എന്താ പറ്റുള്ളൂ? അവിടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഫീഡ്ബാക്ക് ടു ദ എംപ്ലോയിക്കുള്ള ഫീഡ്ബാക്ക് കൊടുക്കാൻ. ഇപ്പം ഞാനൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ എന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ എന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഫീഡ്ബാക്ക് തരണമെങ്കിൽ എന്ത് വേണം? ഒരു പെർഫോമൻസ് അപ്രൈസൽ നടത്തണം. ദെൻ ഇൻസെന്റീവ് ടു ഓൾ ദി എംപ്ലോയീസ്. അതുപോലെ ഇൻസെന്റീവ് കൊടുക്കാൻ എന്ത് വേണം? പെർഫോമൻസ് അപ്രൈസ് നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് എന്താവുള്ളൂ? ഇൻസെന്റീവ് കൂട്ടി കൊടുക്കുള്ളൂ. അതുപോലെ പ്രൊവൈഡ് ദ റാഷണൽ ഫൗണ്ടേഷൻ ഫോർ ദ പേയ്മെന്റ് ഓഫ് പ്രൈസ്, റേറ്റ്, വേജസ്, ബോണസ്, ഈ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു റാഷണൽ ഫൗണ്ടേഷൻ ആണ് കൊടുക്കുന്നത്. ആരാണ്? പെർഫോമൻസ് അപ്രൈസൽ ആണ്. അതുപോലെ തന്നെ ഇവാലുവേറ്റിംഗ് ദ എഫക്ടിവ്നെസ് ഓഫ് ഡിവൈസസ് യൂസ്ഡ് ഫോർ ദ സെലക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എന്ത് നടത്തുന്നത്? പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇനി ഏതൊക്കെ മെത്തേഡ്സിലൂടെയാണ് നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് മെത്തേഡ്സുകൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ട്രഡീഷണൽ പെർഫോമൻസ് അപ്രൈസൽ ഉണ്ട്, മോഡേൺ പെർഫോമൻസ് അപ്രൈസൽ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നോക്കുന്ന സമയത്ത് ട്രഡീഷണൽ മെത്തേഡ്സ് ആണ് കൂടുതൽ കാണാൻ പറ്റും. ട്രഡീഷണൽ മെത്തേഡ്സിൽ 11ഓളം മെത്തേഡുകൾ ഉണ്ട്. റാങ്കിങ് മെത്തേഡ് ഉണ്ട്, പെയർഡ് കമ്പാരിസൺ ഉണ്ട്, ഗ്രേഡിംഗ് സ്കെയിൽ ഉണ്ട്, ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഉണ്ട്, ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ് ഉണ്ട്, ചെക്ക് ലിസ്റ്റ് മെത്തേഡ് ഉണ്ട്, ക്രിട്ടിക്കൽ ഇൻസ്റ്റൻസ് മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക് സ്കെയിൽ മെത്തേഡ്സ് ഉണ്ട്, ഇവാലുവേഷൻ മെത്തേഡ് ഉണ്ട്, ഫീൽഡ് റിവ്യൂ മെത്തേഡ് ഉണ്ട്, കോൺഫിഡൻഷ്യൽ മെത്തേഡ് ഉണ്ട്. ഇനി ഇതൊക്കെ എന്താ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അറിയാം, റാങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു റാങ്കിങ് സംവിധാനം. ഇപ്പൊ എന്താ പറയാ, ഇപ്പം ഒരു കമ്പനിയിൽ 5 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ബെസ്റ്റ് ടു ആ ഒരു എംപ്ലോയീസിന് ഏറ്റവും ടോപ്പിൽ ബെസ്റ്റ് ആയ ആളെ ടോപ്പിൽ, ഏറ്റവും ലോവസ്റ്റ് ആയ ആളെ താഴെ എന്ന രീതിയിൽ നമ്മൾ എന്താക്കുക? കാറ്റഗറൈസ് അല്ലെങ്കിൽ റാങ്കിങ് കൊടുക്കുന്ന ആ ഒരു
രീതിക്കാണ് എന്ത് പറയുന്നത് നമ്മൾ റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചെയ്യാൻ ഭയങ്കര എന്താണ് സുഖമാണ്. പക്ഷെ മറ്റുള്ള എത്രത്തോളം ബെറ്റർ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം 5 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും ഒരു കമ്പനിയിൽ. ഇപ്പം ABCD എന്ന് പറയുന്ന 5 പേര്, ABCDE എന്ന് പറയുന്ന 5 പേര് കമ്പനി വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. അതിൽ A ഏറ്റവും ബെസ്റ്റ് ആണ്, അപ്പം 1ാമത്തെ റാങ്ക്, C സെക്കൻഡ് റാങ്കിലാണ്, B തേർഡ് റാങ്കിൽ, E ഫോർത്ത് റാങ്കിൽ, D ഫിഫ്ത് റാങ്കിലാണെന്ന് വിചാരിക്കാം. അപ്പൊ D അവിടെ ലോവസ്റ്റ് ആണ്. പക്ഷെ ഡിനേക്കാൾ എത്ര ബെറ്റർ ആണ് A എന്നുള്ളത് ഒരിക്കലും ഈ ഒരു മെത്തേഡിൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ദെൻ പെയർഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ പെയർ ആക്കി ഒരു കമ്പാരിസൺ ചെയ്യാതിരിക്കാം. ഒരു കമ്പനീസിൽ 3 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, എയും ബിയും സിയും വർക്ക് ചെയ്യുന്നുണ്ട്. A വേഴ്സസ് B കമ്പാരിസൺ ചെയ്യുമ്പോൾ A ബെറ്റർ ആണ്, A വേഴ്സസ് C കമ്പാരിസൺ ചെയ്യുമ്പോൾ C ബെറ്റർ ആണ്, B വേഴ്സസ് C കമ്പയർ ചെയ്യുമ്പോൾ C ബെറ്റർ ആണ്. അങ്ങനെ ഫൈനൽ അതിന് വേണ്ടി റാങ്കിങ് കൊടുക്കുന്നു. C ആണ് ഏറ്റവും ടോപ്പ് വരുന്നത്, A സെക്കൻഡ് വരുന്നു, B ഇങ്ങനെ ഉള്ള ഒരു കമ്പാരിസൺ പെയർഡ് ആയിട്ട് അവരെക്കാൾ ബെറ്റർ ചെയ്യാണ്. അങ്ങനെ ചെയ്യുന്ന റാങ്കിങ്ങിനാണ് എന്താ പറയുക മെത്തേഡ് എന്താ പറയുക പെയർഡ് കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഗ്രേഡിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ് ആർ ഗ്രേഡ് ലൈക്ക് ABCD ബേസ്ഡ് ഓൺ പെർഫോമൻസ്. ആ പെർഫോമൻസ് ബേസ്ഡ് എന്താക്കുക ഒരു ABCD കൊടുക്കുക, ഒരു ABCD ഗ്രേഡ് കൊടുക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ A എന്താണ് എക്സലന്റ് പെർഫോമൻസ് ആയിക്കാരം, B ഗ്രേഡ് ആണെങ്കിൽ ഗുഡ് ആണ്, C ആണെങ്കിൽ ആവറേജ്. നമ്മൾ സാധാ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ നമ്മൾ ഗ്രേഡ് വരുന്ന പോലെ അല്ലേ. ഇപ്പോൾ O ഗ്രേഡ് ആണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, A ഗ്രേഡ് ആണെങ്കിൽ എക്സലന്റ്. അങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്താക്കാൻ പറ്റും, ആളെ ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഫോഴ്സ്ഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആർ പ്ലേസ്ഡ് ഇൻ ടു ഫിക്സ്ഡ് കാറ്റഗറീസ്. ഒരു ഫിക്സ്ഡ് കാറ്റഗറിയിൽ എന്താക്കുക ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു മാനേജർ അല്ലേ ഇപ്പം പറയും നമ്മൾ, ഇപ്പം അതൊരു പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് ആയിക്കൊള്ളുന്നില്ല. കമ്പനിയിലെ ഒരു 90% ആൾക്കാരും ആവറേജ് ആണ്, ഒരു 10% അബോ ആവറേജ് ആണ് എന്നൊക്കെ പറയും നമ്മൾ. ആ രീതിയിലുള്ള ഒരു അപ്രൈസലിനെയാണ് നമ്മൾ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈസ്. അതായത് മാനേജർ മസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് കുറച്ച് ആൾക്കാർ എന്താവും പെർസെന്റേജ് ബേസിൽ, ഇപ്പം 10% എക്സലന്റ് ആണ്, 20% ഗുഡ് ആണ്, 40% ആവറേജ് ആണ്, 20% ബിലോ ആവറേജ് ആണ്, 10% പുവർ ആണ്. ഇങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് ആളുകൾ എന്താകും ഓരോ കാറ്റഗറിയിൽ കൊണ്ടുപോയിട്ടിടുക. അതിനെന്താ പറയാ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു സംഭവം വെച്ചാല് എത്ര നന്നായിട്ട് പെർഫോം ചെയ്താൽ പോലും ഇതിൽ എന്താ പറ്റും മാക്സിമം എക്സലന്റ് എത്താൻ പറ്റുള്ളൂ. ആ ഒരു 10%. ഇപ്പം ആ 10 പേരിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് വർക്ക് ചെയ്യുന്ന ഇയാളായിരിക്കും, പക്ഷെ എന്നാലും ആ 10%-നുള്ളിൽ മാത്രമേ എന്താ മാക്സിമം ഇയാൾക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര ലിമിറ്റഡ് ആയ ആൾക്കാർ, കമ്പനിയിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു എക്സലന്റ് കാറ്റഗറിയിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്, ടോപ്പ് കാറ്റഗറിയിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ദെൻ ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇവാലുവേറ്റർ 2 ഇൻസ്റ്റൻസ് കൊടുക്കുകയാണ്, 2 സ്റ്റേറ്റ്മെന്റ് കൊടുക്കും ഇവാലുവേറ്റർ. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആള്, അതുപോലെ നമ്മൾ പറയുന്ന ഡെഡ് ലൈൻസ് ഒക്കെ മീറ്റ് ചെയ്ത ഒരാൾ, അത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മറ്റേ ഫ്രണ്ട്ലി ആണ് ബട്ട് ഓഫ് ഡിലേ വർക്കിലൊക്കെ എന്താവുന്നുണ്ട് ഡിലേ ചെയ്യുന്നുണ്ട്. ഇത് 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അതിൽ എന്താണ് സൂപ്പർവൈസറോട് സെലക്ട് ചെയ്യാൻ പറയാം. ഇപ്പൊ ഒരു ഉദാഹരണം ചെയ്യാം. ഇപ്പൊ രാഹുൽ എന്ന് പറയുന്ന ഒരാള് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. അപ്പൊ ഈ രാഹുലിന്റെ സൂപ്പർവൈസർക്ക് മാനേജർ എന്താണ് HR കൊടുക്കണം, എന്ത് 2 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഇയാള് വർക്ക്സ് ഹാർഡ് ആൻഡ് മീറ്റ്സ് ഡെഡ് ലൈൻസ് ആൻഡ് ഓർ ഫ്രണ്ട്ലി ബട്ട് ഓഫൻ ഡിലേസ് വർക്ക്. ഇതിന്റെ ബേസിൽ ഏതെങ്കിലും ഒന്നിനും എന്താ പറ്റും സെലക്ട്. കാരണം ഇവിടെ ഫോഴ്സ് ആക്കാൻ 2 ഓപ്ഷൻസ് ആകുള്ളൂ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് വിടാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ചെക്ക് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു കമ്പനിയിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും. ആ ടാസ്കുകൾ കൃത്യമായിട്ട് എന്താ ഉണ്ടാക്കുക ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് അതിന് എന്താക്കുക അത് ക്ലിയർ ചെയ്യുന്നുണ്ടോ. ഉദാഹരണമായിട്ട് കംസ് ഓൺ ടൈം, കംപ്ലീറ്റ് വർക്ക് ബിഫോർ ഡെഡ് ലൈൻ, ഹെൽപ്സ് കൊളീഗ്സ്, നീഡ് സൂപ്പർവിഷൻ. ഇങ്ങനെ ഓരോ കോളങ്ങൾ ഉണ്ടാവും. ഈ ചെക്ക് ലിസ്റ്റ് അത് കാര്യങ്ങൾ ചെയ്തതിന് നോക്കാം. അപ്പൊ നമുക്ക് അത് ലാസ്റ്റ് നോക്കുമ്പോൾ എന്താവും അതിൽ അയാൾ എത്രത്തോളം ചെക്ക് ലിസ്റ്റിൽ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്രിട്ടിക്കൽ ഇൻസ്റ്റൻസ് മെത്തേഡ് ആണ്. ക്രിട്ടിക്കൽ ഇൻസ്റ്റൻസ് മെത്തേഡ് ഫോക്കസസ് ഓൺ സിഗ്നിഫിക്കന്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ബിഹേവിയേഴ്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ പോസിറ്റീവ് ആണെന്ത് ഹാൻഡിൽ ആംഗ്രി ക്ലയന്റ് പ്രൊഫഷണലി, കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നെഗറ്റീവ് ആയിട്ട് ഒരു ഇതാണ് എന്ത് മിസ് ഒരു ഇമ്പോർട്ടന്റ് ഡെഡ് ലൈൻ എന്നുള്ളതാണ്. ഇതിന്റെ ബേസിൽ ഇയാളെ പറ്റിയിട്ട് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ്, ഇയാളെ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ട് അതിനെ കൃത്യമായിട്ട് എന്താ നമ്മൾ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തില്ല. ആ സംഭവം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. ഓക്കെ, ഓരോ പോസിറ്റീവായി നെഗറ്റീവായി ഇൻസ്റ്റൻസിന്റെ ബേസിൽ ഒരാളെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ തരിക ക്രിട്ടിക്കൽ ഇൻസ്റ്റൻസ് മെത്തേഡിൽ നടക്കുന്നത്. ദെൻ ഗ്രാഫിംഗ് റേറ്റിംഗ് സ്കെയിൽ നടക്കുന്നത്, ഗ്രാഫിംഗ് സ്കെയിൽ മെത്തേഡിൽ നടക്കുന്നത്
എംപ്ലോയിനെ റേറ്റ് ചെയ്യുക, ഒരു സ്കെയിൽ 1 to 5 പോലുള്ള ഒരു ലൈക്കർ സ്കെയിൽ പോലെ സ്കെയിൽ ഉണ്ടാവുക, റേറ്റ് ചെയ്യുക. ഇപ്പോൾ ക്രൈറ്റീരിയാസ് ഉണ്ടാവും. അത് കുറച്ച് ക്രൈറ്റീരിയാസ് ഇപ്പം പങ്ക്ച്വാലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, പ്രൊഡക്ടിവിറ്റി എന്ന ക്രൈറ്റീരിയ. ഈ ക്രൈറ്റീരിയക്കൊക്കെ അയാൾക്ക് ഔട്ട് ഓഫ് എത്ര എന്നുള്ളത് നമ്മൾ എന്താക്കുക, റേറ്റ് ചെയ്യുക. അതാണ് ഔട്ട് ഓഫ് 5 എത്ര റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രാഫിക് സ്കെയിൽ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SI വാല്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ റൈറ്റ്സ് ഡിസ്ക്രിപ്റ്റീവ് റിപ്പോർട്ട്, ഒരു പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് എഴുതാൻ അറിയാം SI വാല്യൂഷൻ മെത്തേഡ്. ഒന്നും ഇപ്പോൾ എവിടെയും ഉണ്ടാവാറില്ല. ദെൻ ഫീൽഡ് റിവ്യൂ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസർ HR എന്താവാണ്, ഒരു ഫീൽഡ് റിവ്യൂ, അയാൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൂടെ ഒക്കെ എന്നുള്ള ഒരു റിവ്യൂ എടുത്തിട്ട് ഉള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു HR എന്താകാണ്, സൂപ്പർവൈസർ ഇന്റർവ്യൂ നടത്തുക, എന്നിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് അതിൽ നിന്ന് എന്താക്കുക, റിവ്യൂ കളക്ട് ചെയ്യാന്നുള്ളതാണ് ഫീൽഡ് റിവ്യൂ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കോൺഫിഡൻഷ്യൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഗവൺമെന്റ് ഓർഗനൈസേഷൻസിലൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡ് ഉണ്ട് കോൺഫിഡൻഷ്യൽ മെത്തേഡ്. അതായത് സൂപ്പർവൈസർ റൈറ്റ്സ് ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്, ACR എന്ന് പറയുന്ന ആനുവൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതുക എന്നുള്ളതാണ് എന്ത് കോൺഫിഡൻഷ്യൽ മെത്തേഡ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ എംപ്ലോയിക്ക് അതിന്റെ ഫീഡ്ബാക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിരിക്കും, വേറെ ആരും അറിയില്ല, സൂപ്പർവൈസർ ആയിരിക്കും എന്താണത് അത് എഴുതുന്നുണ്ടാവുക. ദ നെക്സ്റ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് മോഡേൺ പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡേൺ പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡാണ് ഇപ്പം കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. അതിൽ തന്നെ ഉണ്ട് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, അതായത് ഒരുപാട് ടാർഗറ്റുകൾ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, എംപ്ലോയി മാനേജറും കൂടി കൂടെ ഇരുന്നിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ബേസിൽ എന്താക്കുക ആളുടെ. അപ്പം ഉദാഹരണം പറയാൻ ഒരു സെയിൽസ് കമ്പനി എന്ന് വിചാരിക്കുക, അവിടെ ഇത്ര ഒരു 20 lakhs സെയിൽസ് ഈ മാസം മന്തിൽ ഉണ്ടാക്കണം എന്നുള്ളത് അവിടുത്തെ മാനേജറും എംപ്ലോയും കൂടി ഇരുന്നിട്ട് തീരുമാനിക്കുന്നു. അപ്പൊ അവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഒരു മാസം എന്തായിട്ടുണ്ട്, സെയിൽസ് അത്ര അച്ചീവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ, കഴിഞ്ഞ മന്തിനേക്കാൾ കൂടുതൽ 20% അല്ലെങ്കിൽ 25% ഇൻക്രീസ് ചെയ്തു. സോ റിസൾട്ട് എന്തായിക്കാരം, അവിടെ പെർഫോമൻസ് ഹൈ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് റിസൾട്ട് നോക്കിയിട്ട് ആളുടെ പെർഫോമൻസ് ബേസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഇവിടുത്തെ മെത്തേഡ് എന്നുള്ളതാണ്. 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ചിട്ട് അയാളുടെ എല്ലാ മേഖലകളിലും തന്നെ ഒരു 360 ആംഗിളിൽ എന്താക്കുക അയാളെ ഫീഡ്ബാക്ക് ചോദിക്കുക എന്നുള്ളതാണ്. സൂപ്പർവൈസർ ആവാം, പിയേഴ്സ് ആവാം, അതുപോലെ സബോർഡിനേറ്റ്സ് ആവാം, ക്ലയൻസുകളാവാം, ദെൻ സെൽഫ് അയാളും ചോദിക്കാനാവാം. ഇങ്ങനെ ഒരാളെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണിത്, അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതാണിത് 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അസസ്മെന്റ് സെന്റേഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ ടെസ്റ്റഡ് ത്രൂ ആക്ടിവിറ്റീസ്, കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് ആക്ടിവിറ്റീസിലൂടെ എന്താക്കുക ആളെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണം പറയുമ്പോൾ ഒരു കമ്പനിയിൽ ഒരാൾക്ക് പ്രൊമോഷൻ ഉണ്ട്, മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ആണ്. അപ്പൊ ഇയാൾക്കുള്ള ഇയാളെ അറിവ്, അതുപോലെ ഇയാളുടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അറിയാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നു, അതിനുശേഷം ഒരു റോൾ പ്ലേ നടത്തുന്നു, പ്രസന്റേഷൻ നടത്തുന്നു. ഇങ്ങനെ നടത്തിയിട്ട് അയാളുടെ ആ ഒരു പെർഫോമൻസിന്റെ ബേസിൽ എന്താക്കുക കൊടുക്കുന്നത് എന്ന് പറയുന്നത് അസസ്മെന്റ് സെന്റേഡ് മെത്തേഡ് എന്നാണ്. ഇത് മറ്റൊന്നാണ് കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടുള്ള സംഭവമാണ് ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽസ്, ബാർസ് എന്ന്. അത് സ്പെസിഫിക് ആയിട്ട് ഒരു ബിഹേവിയറിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താക്കുക ആളെ റേറ്റ് ചെയ്യാന്ന് ആളെ മെഷർ ചെയ്യാം. ഉദാഹരണം കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു സംഭവം സ്പെസിഫിക് ആയ സംഭവം എടുക്കാതിരിക്കുക, അതിൽ ഓരോ റേറ്റിംഗ് കൊടുക്കും. ഇപ്പം 1 ആണെങ്കിൽ പുവർ കമ്മ്യൂണിക്കേഷൻ, 2 ആണെങ്കിൽ സംടൈംസ് അൺക്ലിയർ, 3 ആണ് ബേസിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, 4 ആണ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുള്ളതാണ്, 5 ആണ് ഹാൻഡ്സ് കോൺഫ്ലിക്ട് പ്രൊഫഷണലി എന്നുള്ള സംഭവം. ഏറ്റവും ടോപ്പ് ആകുമ്പോൾ 5. ഓക്കെ, അവിടെ കൃത്യമായിട്ട് ആ എംപ്ലോയിയുടെ ബിഹേവിയറുകളെ കൃത്യമായിട്ട് റേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ഇസ് സൈക്കോളജിക്കൽ അപ്രൈസൽ. സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ യൂസ് ചെയ്തിട്ട്, ഇപ്പം ഉദാഹരണം പറയുമെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി, ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ, ഇമോഷണൽ ഇന്റലിജൻസ് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താക്കാം സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ യൂസ് ചെയ്യാം, ഇന്റർവ്യൂസ് ആകാം, അല്ലെങ്കിൽ സിമുലേഷൻസ് ആവാം. ഇങ്ങനെ യൂസ് ചെയ്തതാണ് എന്താ പറയുക സൈക്കോളജിക്കൽ അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടൊക്കെ ഒരു ഫ്യൂച്ചറിലുള്ള ലീഡേഴ്സിനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാണത് സൈക്കോളജിക്കൽ അപ്രൈസൽ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് പറയാനുള്ളത് നീഡ് ഫോർ മോഡേൺ പെർഫോമൻസ് അപ്രൈസൽ. മോഡേൺ ഉണ്ട്, അതുപോലെ ട്രഡീഷണൽ ഉണ്ട്. അപ്പം ഇതിൽ ഏതാണ് വേണ്ടത്? ഇപ്പം ഒരു മോഡേണിലോട്ട് വരുമ്പോൾ സമയത്ത് എന്തുകൊണ്ടാണ് ഒരു മോഡേൺ പെർഫോമൻസ് അപ്രൈസൽ നീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻസ് ഗോൾസ് ക്ലിയർലി എന്നുള്ളതാണ്. അതുപോലെ പ്രൊവൈഡ് റിയൽ ടൈം ഫീഡ്ബാക്ക് കിട്ടും, അതുപോലെ എൻഹാൻസ് എംപ്ലോയി പെർഫോമൻസ്, എംപ്ലോയിയുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. സ്പോർട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സുകൾ, ഓഫർ ഇൻസൈറ്റ്സ് ഓൺ കൗണ്ടർ പ്രൊഡക്റ്റീവ് ടാസ്ക്സ്, അതായത് അവർക്ക് ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റും, ഇയാളുടെ പ്രൊഡക്ടിവിറ്റി കുറക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഭയങ്കരമായിട്ട്
ഇയാൾ പ്രൊഡക്ടിവിറ്റി കുറക്കുന്ന സംഭവം എന്താണ്, ഇയാൾക്ക് ഭയങ്കര പുവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ ഒരുപാട് നോൺ എസെൻഷ്യൽ വർക്കിൽ എൻഗേജ് ചെയ്തുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അങ്ങനെ കോൺഫ്ലിക്ട് വിത്ത് ടീം മെമ്പേഴ്സ്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇയാൾക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് കൃത്യമായിട്ട് ഇയാളെ ഇൻസൈറ്റ്സ് കൊടുക്കാനൊക്കെ എന്താവും ഈ ഒരു മെത്തേഡ്സ് പറ്റുന്നതാണ്. ഇംപ്രൂവ് എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് റിട്ടൻഷൻ. കാര്യമായിട്ട് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ മാനേജർ ബൈ ഒബ്ജക്റ്റീവ്സ് ആകുമ്പോൾ അവിടെ ഒരു എന്താ പറയാ, മാനേജറും എംപ്ലോയികളും കൂടിയിട്ട് എന്താണ് ഗോൾസ് സെറ്റ് ചെയ്യണത്. ദെൻ എംപ്ലോയി എന്താക്കുക, ആ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ റിവ്യൂ ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതൊക്കെ ഇവിടെ നടക്കുള്ളൂ ഈ ഒരു മോഡേൺ പെർഫോമൻസ് അപ്രൈസൽ നടക്കുള്ളൂ. ഉദാഹരണം പറയെങ്കിൽ അപ്പം ആ എംപ്ലോയിക്ക് തോന്നുന്നുണ്ടാവും അത് എന്റെ കൂടെ വർക്കാണ്, അല്ലെങ്കിൽ ഇത് എന്റെ കൂടെ സംഭവമാണ്, അപ്പൊ ഒരു റെക്കഗ്നീഷൻ, ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്താ എൻഗേജ്മെന്റ് ഇമ്പ്രൂവ് ചെയ്യും, ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും, റിട്ടൻഷൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.